ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വരട്ടിയതെന്നോ കറിയെന്നോ ഒക്കെ പറയാം. നമ്മളിത് കുറേ മസാലകളൊന്നും ചേർക്കാതെ കുരുമുളക് മാത്രം ഇട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, നല്ല അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഇഞ്ചിയുടെയും പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിനി കുരുമുളക് പൊടി കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ പൊടികളോ മസാലകളോ ഒന്നും ഇതിലേക്ക് നമ്മൾ വേറെ ആയിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പം വെറും കുരുമുളക് പൊടിയുടെ മാത്രം ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി വരെയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നമ്മുടെ 2 തക്കാളി അടിച്ചു വെച്ച പേസ്റ്റ് കേട്ടോ അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ആ എണ്ണയിൽ ഒന്ന് വഴറ്റുക. ഒരു തിള വരും കേട്ടോ. നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ്റെ പീസുകളൊക്കെ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് നല്ല പോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മസാലയൊക്കെ പൊതിയത്തക്ക രീതിയിൽ നമുക്കൊന്ന് ചേർത്ത് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷിനെ ആട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് നമ്മൾ കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിലും ഉള്ളിയിലും ഒക്കെ ഉള്ള വെള്ളമാണ് അപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ഇത് ചാറോട് കൂടി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ഇല്ല വരട്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡ്രൈ ആക്കിയിട്ടും എടുക്കാം കേട്ടോ. നമ്മളിത് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ഇത് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കണേ.